ചുമ്മാ 5-10-20 മീറ്റർ തുണിയായിട്ട് ഇങ്ങനെ നീ മുന്നോട്ട് വിട്ട് പുറകോട്ട് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും കറങ്ങി നടക്കുന്നതല്ലാതെ നിനക്കിതുവരെ ഒരു നല്ല വെളിവ് പോലും വന്നിട്ടില്ല. നഗ്നമായ സത്യം വിളിച്ച് പറയുന്നത്, നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം നെടല. സാക്ഷാൽ പൊരുളായവൻ, യാഗമായവൻ ദൈവാലയത്തിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് പാപയാഗമായി തീരേണ്ടവനാ. നമ്മൾ പഴയ ഒരു പാട്ട് പാടും, ദൈവത്തിന്റെ ഏകജാതൻ പാപയാഗമായി കാൽവരിയിൽ എന്നെ തേടി വന്നവൻ. ദൈവത്തിന്റെ ഏകജാതൻ പാപയാഗമായി കാൽവരിയിൽ എന്നെ തേടി വന്നവൻ. അത് പാടാൻ നേരമില്ല. അപ്പോൾ അവിടുന്ന് സാക്ഷാൽ യാഗമാ. അപ്പൊ ഈ പുരോഹിതന്മാരുടെ വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്നത്, സാക്ഷാൽ യാഗമായവൻ ദൈവാലയത്തിലുണ്ട്. ആരും കണ്ടില്ല, ആരും മൈൻഡ് ചെയ്തില്ല. എന്നാൽ ദൈവാത്മ നിയോഗം പ്രാപിച്ച ശിമിയോൻ, പെട്ടെന്ന് ആത്മനിയോഗം ഉണ്ടായിട്ട് ശിമിയോൻ ദൈവാത്മാ പറഞ്ഞു, നീ പെട്ടെന്ന് വലിയ പള്ളി ചെല്ലാൻ പറഞ്ഞു. ശിമിയോൻ ഷടേന്ന് പള്ളി വന്നു. വായിച്ചേ മാമേ. പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന ബദലിന് വേണ്ടി ന്യായപ്രമാണത്തിന് ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവരെ അകത്ത് കൊണ്ടുചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. മറ്റു പുരോഹിതന്മാരെല്ലാം നിഴലാകുന്ന യാഗം കഴിച്ചോണ്ട് നിൽക്കുമ്പോൾ ആത്മനിയോഗമുള്ള ശിമിയോൻ പൊരുളാകുന്ന ക്രിസ്തുവിനെ കണ്ടു. ജീസസ്. എന്റെ ചിന്ത അങ്ങോട്ട് ചെന്ന് ഈ യേശു കർത്താവിനെ കൈകളിൽ ഏന്തിയിട്ട് പറയുന്ന ഭാഗമാണ് താഴോട്ടുള്ള ഭാഗം. അതെല്ലാം വായിച്ച് അങ്ങോട്ട് വ്യാഖ്യാനിച്ച ആ സമയത്ത് പെടുന്നു. ശിമിയോൻ എന്തുവാ പറഞ്ഞത്? അതെല്ലാം മറിഞ്ഞ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒന്ന് ശിമിയോൻ പറഞ്ഞത് 30-ാമത്തെ വാക്യം വായിച്ചേ മാമേ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും. ശ്രദ്ധിച്ചേ. ഒന്ന്, ഈ കുഞ്ഞ് ആരെന്ന് ചോദിച്ചാൽ സകല ജാതികൾക്കും വെളിപ്പെടുവാനുള്ള അത് പ്രകാശമാണ് ക്രിസ്തു. യേശു ക്രിസ്തുവാണ് വെളിച്ചം. യേശു ക്രിസ്തുവാണ് പ്രകാശം. നീ വെട്ടം തേടി വെട്ടം തപ്പി എങ്ങോട്ടും പോകണ്ട. നിന്റെ മെഴുകുതിരി ഒന്നും ദൈവത്തിന് വേണ്ട, നിന്റെ എണ്ണയൊന്നും ദൈവത്തിന് വേണ്ട, നിന്റെ ഒരു പന്തവും വേണ്ട, തിരിയും വേണ്ട, കുന്തവും വേണ്ട. കുന്തമെന്ന് ഇപ്പൊ പറയാൻ മേല. സ്തോത്രം. നിന്റെ പന്തവും ദൈവത്തിന് വേണ്ട, നിന്റെ 50 പൈസയുടെ ഇപ്പൊ മെഴുകുതിരിക്ക് എത്രയാ മാമേ? 50 ആണോ? എത്രയാ? 5 രൂപ 10 രൂപ 10 രൂപ 10 ഈയിടെ മേടിച്ച് കത്തിച്ചേ. കറണ്ട് പോയപ്പോ മേടിച്ചതാ. ആട്ടെ, നേരത്തെ 10 മേടിച്ച് കത്തിച്ചാ വന്ന് കുത്തിയിരിക്കുന്നുണ്ട്. നിന്റെ മെഴുകുതിരി ഒന്നും ദൈവത്തിന് വേണ്ട, നിന്റെ ഒരു വെട്ടവും വേണ്ട, എണ്ണയും വേണ്ട ദൈവത്തിന്. അവിടുന്ന് വെളിച്ചമാ. അവിടുന്നാണ് സാക്ഷാൽ വെളിച്ചം. അതെ, അന്ധകാര നിബിഡമായി ഈ ലോകത്ത് മനുഷ്യൻ വെട്ടം തേടി വെളിച്ചം തേടി തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ട് പോടുമ്പോൾ യേശു നിന്ന് പറയുക, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറണമെങ്കിൽ വെളിച്ചമാകുന്ന യേശു നിന്റെ ഭവനത്തിൽ പ്രകാശിക്കണം. അവരുടെ അന്ധകാരം മാറണമെങ്കിൽ സാക്ഷാൽ വെളിച്ചമാകുന്നവൻ സഭയ്ക്കകത്ത് നടകൊള്ളണം. ദേശത്തിന്റെ ഇരുട്ട് മാറണമെങ്കിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ ദേശത്ത് ഉയർത്തണം. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ ദേശത്ത് ഉയർത്ത്. ദേശത്തിന്റെ അന്ധകാരം വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു.
കൈയുയർത്തി ദൈവത്തെ സ്തുതിക്ക്. യേശു ക്രിസ്തുവാണ് സാക്ഷാൽ വെളിച്ചം. ആ ദിവ്യ വെളിച്ചമാകുന്ന പ്രകാശമാകുന്ന ക്രിസ്തു വന്നതുകൊണ്ടാ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഇപ്പൊ ഒന്നുകൂടെ പറയാ. മാനം മര്യാദയ്ക്ക് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. എല്ലായിടത്തും പറയുന്നത് നേരും ചൊവ്വനും ഈ വെള്ളത്തുണി ഉടുക്കാനിടയായത് യേശു പ്രകാശമായത് കൊണ്ടാ. അല്ലെ പണ്ട് കാലത്ത് വല്ലോ ഇതുപോലെ വെള്ളത്തുണി എടുത്തോണ്ട് റോഡിൽ കൂടെങ്ങാനും നല്ല ഹേലായി. പള്ളിക്കൂടത്ത് കയറ്റുമായിരുന്നു, നല്ല ഹേലായി. സംസ്കൃതം പറയാനൊക്കത്തില്ല, പാത്ത് നിന്ന് കേൾക്കാനും ഒക്കെയല്ല. യവന്മാര് ഈയ ഒരുക്കി ഒഴിക്കും. മനസ്സിലാകുന്നുണ്ടോ? പട്ടിക്ക് 100 മാവിൽ കൂടെ റോഡിൽ കൂടെ നടക്കാം, മനുഷ്യന് നടക്കാൻ മേല. മനസ്സിലായോ? പള്ളിക്കൂടത്തിൽ നിന്നെ കയറ്റുകയല്ലായിരുന്നു. സ്തോത്രം. ഇപ്പോഴല്ലയോ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയത്. അന്ന് പള്ളിക്കൂടത്തിന്റെ പടിവാതൊക്കെ ആ ഏരിയയായി അടുപ്പിക്കുകയല്ല. മരുന്ന് മേടിക്കാൻ ആശുപത്രി കയറ്റുകയല്ല. അതൊക്കെ മേലാളന്മാര് പാവത്തങ്ങളും കഴിഞ്ഞ ആശുപത്രിയുടെ അടുത്ത് നിർത്തുക, അല്ലെങ്കിൽ ദൂരെ മാറി മരത്തിന്റെ കീഴിൽ നിന്നോണം. ഡോക്ടർമാർ വന്നില്ല, കുഴൽ വെച്ച് പരിശോധിക്കത്തുമില്ല, ദൂരെ നിന്നിങ്ങനെ അയിത്തമല്ലേ. അപ്പം വലിവുള്ള മേരിയെ കാണുമ്പോൾ അറിയാം മലിവാന്ന്. അതൊക്കെ കുപ്പി, വലിയ കുപ്പി അവിടെ വെച്ചേക്കണം, ഒഴിച്ചു കൊടുക്കും. പിന്നെ ഡോക്ടർ പോയി കഴിയുമ്പം എന്നൊക്കെ അപ്പോത്തിക്കിരിയ, അങ്ങനെ പറഞ്ഞ അപ്പോത്തിക്കിരി. അങ്ങോട്ടൊന്നും ചെല്ലാനൊക്കെയല്ല, ഒക്കത്തില്ലെന്ന്. എന്തിനേറെ ഞാൻ പണ്ട് ഒരു ക്ഷേത്രത്തിൽ പോയ കാലത്ത്, ക്ഷേത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, ഒരു ക്ഷേത്രത്തിൽ കയറി എപ്പോഴും അവിടെ ചെല്ലുന്ന, അവിടെ പ്രത്യേക ഉത്സവം നടക്കുന്ന സമയത്ത് അന്ന് രാവിലെ ഞാൻ ക്ഷേത്ര ദർശനത്തിന് പോയി. ദർശനം നടത്തി തൊഴുത് തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പം അവിടുത്തെ ആചാരത്തിന് വന്ന ഒരു പ്രധാനപ്പെട്ട തിരുമേനിയാണ്. അവിടെ ദേഹത്തിൻ്റെ കൈ ഒന്ന് മുട്ടി, പുള്ളി ശാശ്വതാക്കി എന്നും പറഞ്ഞ്. പുള്ളി അകത്ത് കയറുന്ന ആളാ, ഞാനും കുളിച്ചാച്ചാ ചെന്നത്. എന്നാലും അത് എൻ്റെ ചെറിയ പ്രായത്തിൽ. അപ്പൊ എൻ്റെ വല്യപ്പൻ്റെ കാലത്തോ റോഡിൽ കൂടെ പോലും നടക്കാൻ നോക്കുകയല്ല. സ്തോത്രം, സ്തോത്രം. ജോലി ചെയ്താൽ കൂലി കൊടുക്കുകയല്ല, മുറ്റത്ത് കയറാനൊക്കത്തില്ല. പ്രത്യേക പാത്രമാണ് വെള്ളം കൊടുക്കുന്നത്. ആ പാത്രം വെള്ളം കുടിച്ചേച്ച് കമത്തി വെച്ചോണം, കഴുകിയേച്ച് മലത്തിൽ പോലും വെക്കാൻ. ഞാൻ തമാശ പറഞ്ഞതല്ല. നെടുങ്ങാടപ്പള്ളി കൂടെ ആ സാഹിബ് വന്നപ്പം കന്നിനെ മനുഷ്യനെയും കൂടെ ഒന്നിച്ചു വെച്ച് പൂട്ടി വിടുന്നു. ഹാബേൽ ഫൗണ്ടേഷന്റെ കാര്യമൊന്നും ഞാനിപ്പോൾ പറയണ്ടല്ലോ. കൈപ്പറ്റ ഇപ്പം ഭയങ്കര ആഘോഷമൊക്കെ നടത്തുക. വലിയ വലിയ പുള്ളിക്കാരൊക്കെ വന്ന ഈ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. വല്ലാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥയെല്ലാം കണ്ടോണ്ട ഈ ആശയ ഗംഭീരനാകുന്ന, ആശയം കൊണ്ട് അമ്മാനമാടിയ, ആശയ സമ്പുഷ്ടമായ കവിതകൾ എഴുതിയ എൻ കുമാരനാശാൻ ഒരു പുസ്തകം എഴുതി, ദുരവസ്ഥ. ഈ അവസ്ഥ കണ്ടോണ്ട് എഴുതിയതാ. പഠിച്ചിട്ടില്ലേ? എന്നാ പഠിക്കാനാ ഭാഷ, ഞങ്ങളുടെ അവസ്ഥയൊക്കെ അത് തന്നെ. ഏതാ ഞങ്ങളെ കണ്ടാ അറിയാമല്ലേ, മുഴുവൻ ദുരവസ്ഥയാണ്. അതാ ദുരവസ്ഥ. ആശാന അവസ്ഥ കണ്ടെഴുതിയതാ. മറ്റുള്ളവർക്കായുടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും, മറ്റുള്ളവർക്കായി ഊടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമി കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും, പറ്റുമി കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും.
തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലതോ യാതി കോമരങ്ങൾ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലതോ ജാതി കോമരങ്ങൾ. അപ്പൊ ശ്രദ്ധിക്കുക, ആ ജാതിക്കോമരങ്ങൾ കലതുള്ളി ഏടിയുറഞ്ഞ കാലം പള്ളിക്കൂടത്ത് കയറ്റുകയല്ല, ഒരു ബെഞ്ചാലിരുത്തുകയല്ലോ. ഞങ്ങളുടെ ഒരു അമ്മ ഇപ്പോഴും ഉണ്ട്. അടുത്ത കാലത്ത് ഞങ്ങൾ അമ്മയുടെ പോയി. ഞാൻ ഇങ്ങനെ സംസാരിച്ച് ചോദിച്ചാൽ അമ്മ എത്ര വരെ പോയി? ഓ, ഞാൻ 1ാം ക്ലാസ് വരെ പോയുള്ളൂ. ഞാൻ ചോദിച്ചാൽ അതെന്നാ? ഓ, അന്നൊക്കെ പാസ്റ്റേ അന്നൊക്കെ ഈ തൊട്ടുകൂടായ്മയുള്ള സമയമാണ്. ഇപ്പം അമ്മയ്ക്ക് 100 ചില്ലുവാനും വയസ്സുണ്ട്. അമ്മയുടെ ചെറുപ്പത്തിലേ അത് നായന്മാർ പിള്ളേരും നമ്പൂരിമാർ പിള്ളേരും ഒക്കെ ഉള്ള സ്കൂളിൽ അമ്മയുടെ അപ്പൻ അല്പം മിടുക്കനായതുകൊണ്ട് ആ സ്കൂളിൽ കിട്ടി. അപ്പം സ്കൂളിൽ ചെന്നപ്പോൾ അന്ന് ഒരു ചുട്ടിത്തോർത്തൊന്നും കൊടുക്കാനൊക്കത്തില്ല, കൂമ്പാള എന്നാ പറയുന്നത്. കൂമ്പാളയെ കൊടുത്തോണ്ടാ അതിനത് പറഞ്ഞപ്പോൾ നിന്റെ വല്യമ്മ കൊടുത്ത കാര്യമായി പറഞ്ഞത്. കൂമ്പാള എന്ന് പറഞ്ഞപ്പോൾ നേരും ചൊവ്വനും എന്നോട് ചോദിച്ചിരുന്നില്ലെങ്കിൽ പറയുന്നതിന് ലജ്ജയൊന്നുമില്ല, ഉള്ള കാര്യമല്ലേ. അപ്പം ഈ അമ്മ കൂമ്പാള കൊടുത്താണ്ട. അപ്പം അവിടെ സ്കൂളിൽ പിന്നെ പൂവൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഈ കൊച്ചല്ലേ, അമ്മയൊരു പൂ പറിച്ചു. അത് ഒരുത്തൻ ആ പൂ അമ്മയുടെ ഇന്നങ്ങാണ്ട് തട്ടിപ്പറിച്ചപ്പോൾ അമ്മ അവനിട്ടൊരു അടി കൊടുത്തു. അവൻ ചെന്ന് സാറിനോട് പറഞ്ഞു. സാർ ഒരു നമ്പൂരിയാ, അയാൾ ഇങ്ങോട്ട് വന്നേച്ച് തൊടാൻ നോക്കത്തില്ല. അവൻ്റെ കൈ വടി കൊടുത്തേച്ച് പറഞ്ഞു അടിക്കടാന്ന് പറഞ്ഞു. ഈ അമ്മയെ കയറ്റി ബെഞ്ചിൽ നിർത്തിയേച്ച് അവനെ കൊണ്ടടിപ്പിച്ചു. ഞാൻ ചോദിച്ചു എത്രയാ? അവൻ 18 അടിയാ എണ്ണിയെന്ന് പറഞ്ഞു. സാർ ഓരോ അടിക്കും. 18ാമത്തെ അടിക്ക് കാലുമണിക്ക് അവൻ്റെ മോന്തയ്ക്ക് അടിച്ചേച്ച് സാറിനോട്ട് ഇടിയും കൊടുത്ത് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നെന്ന്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അതായിരുന്നു അമ്മയുടെ പഠിത്തം. ആ അമ്മ ഇപ്പോഴും ഉണ്ട്, നല്ല ചിമിട്ടമ്മയാ. അമ്മയുടെ കയ്യിലെങ്ങാനും പെട്ടാ നല്ല സ്തോത്രം. ഇപ്പോഴും ഉണ്ട് അമ്മ. പോയല്ലേ, കണ്ടതല്ലേ? അതാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞ് ഇപ്പോഴും അമ്മയുണ്ട്. 100 ചില്ലുവാനും വയസ്സുണ്ടെന്ന് പറഞ്ഞ് ഭാഷ ഞാനിപ്പോഴും 3 ഊറ്റി പുട്ട് കഴിക്കുമെന്ന് പറഞ്ഞു. നല്ല ആക്കമുള്ള അമ്മയാണ്. അന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, സ്തോത്രം. അല്ല, ഞാൻ പറഞ്ഞതേ അങ്ങനത്തെ അയിത്തമുള്ള കാലമാണ്. അമ്മയ്ക്ക് പഠിക്കാൻ ആഗ്രഹമായിരുന്നു, പക്ഷെ ഒക്കുകയല്ല. അങ്ങനെ എത്രയോ അമ്മമാര്, എത്രയോ അപ്പച്ചന്മാര്. മല്ലപ്പള്ളിയിലല്ലയോ പണ്ട് വെട്ടുകണ്ടം, അടിമകളെ കൊണ്ട് വെട്ടുകണ്ടം. ഊരോട്ടെങ്കം പോകണ്ട, ഇവിടെ 6 കിലോമീറ്റർ ചെന്നാൽ പോരെ വെട്ടുകണ്ടം. അടിമകളെ കൊണ്ടുവന്ന് വെട്ടുന്ന സ്ഥലമായിരുന്നു വെട്ടുകണ്ടം. ദൂരോട്ടൊന്നും പോകണ്ട. മല്ലപ്പള്ളി അടിമച്ചന്തയുണ്ടായിരുന്നു. അപ്പനും അമ്മയും മക്കളെയും കൊണ്ടുവന്ന് മേലാളന്മാർ നിർത്തും. ചിലപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട അപ്പനെ വിളിച്ചോണ്ട് ഒരുത്തം വില കൊടുത്തേച്ച് കൊണ്ടുപോകും. അമ്മയും മക്കൾ നോക്കി നിൽക്കുക. അപ്പനെ മിണ്ടാനൊക്കത്തില്ല. ചിലപ്പം വന്ന് ചിലര് അമ്മയെ കൊണ്ടുപോകും, കുഞ്ഞുങ്ങളും അപ്പന് നോക്കി നിൽക്കുക, അനങ്ങാനൊക്കത്തില്ല. അങ്ങനത്തെ കാലം. ദൂരോട്ടൊന്നും പോകണ്ട. ചിലടത്ത് ചില തമ്പുരാക്കന്മാർക്ക് കരുണ തോന്നിയാൽ പൊടിക്കൊച്ച് കാണേ ആ തള്ളയോട് പറയുന്ന കൊച്ചിനെയും കൊണ്ട് എടുത്തോളാൻ പറയും. മുടുത്ത കൊച്ചുങ്ങൾ നോക്കി നിൽക്കുക, കൊണ്ടുപോവുകയല്ല, അതിനെ വേറെ സ്ഥലത്ത് മേടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ അടിമച്ചന്ത. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നെന്ന്.
പാവത്തുങ്ങളെ കൊണ്ട് പണിത് ഊഴിച്ച് വലിയ വലിയ കെട്ടിടങ്ങളല്ല പടുത്തുയർത്തി. അത് പണ്ട് കേശവശാസ്ത്രി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ ഓവറയ്ക്കപ്പുറം ആ സ്ഥലത്തിൻ്റെ പേര് എണ്ണിക്കാട് കേശവശാസ്ത്രി. അപ്പം അദ്ദേഹം ഒരു പുസ്തകം എഴുതി. പഴയ ആൾക്കാർക്ക് ആ പുസ്തകം അറിയാം. ആ പുസ്തകത്തിൻ്റെ ഒരു കവിതയാ. പത്മിനിയും ഭാസ്കരനും. എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. ആ പുസ്തകം വാങ്ങാൻ കാര്യം എൻ്റെ വല്യമ്മച്ചിക്ക് അത് മുഴുവൻ കാണാതറിയാം. വല്യമ്മച്ചിക്കും വല്യമ്മച്ചിയുടെ ചേട്ടത്തേക്കും ഒക്കെ അറിയാം. അവർ പാട്ട് പാടുക, നന്നായിട്ട് പാടും. ഇപ്പോഴും വല്യമ്മച്ചി പാടും. പല്ലല്പം പോയി എന്നാലും പാട്ട് പാടും. 105 വയസ്സുണ്ട്. വല്യമ്മച്ചി എൻ്റെ കൊച്ചിലെ ഞങ്ങളൊക്കെ പിള്ളേരടുത്തിരുന്ന് ഈ പാട്ടുമൊക്കെ പാടി ഞങ്ങളെ ഉറക്കുകയും കഥ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് വല്യമ്മച്ചി നല്ല ട്യൂണി ചൊല്ലുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഈ പുസ്തകം ഞാൻ മേടിച്ച് വെച്ച് എൻ്റെ കയ്യിലുണ്ട്, കേശവശാസ്ത്രിയുടെ. ഞാൻ അതിനകത്ത് ചില വരികൾ ഒരല്പം വ്യത്യാസപ്പെടുത്തിയ പാടുകയുള്ളു. കാരണം ഞാൻ പാടുമ്പോൾ അറിയാവുന്നവരറിയും അതങ്ങനല്ലല്ലോ എന്ന് നിങ്ങൾ പറയും. അതങ്ങനല്ലെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇങ്ങനത്തെ പ്രസംഗവേദിയിൽ ഇങ്ങനെ പാടാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു ചെറിയ ഒരു ഭേദഗതി. അപ്പോൾ ആ പാട്ടിനകത്ത് കഥയൊന്നും പറയുന്നില്ല. അതിനകത്തൊരു വരിയുണ്ട്. വരിയ പാവത്തുങ്ങളെ കൊണ്ട് ഉഴുത് പണിത് ഇതെല്ലാം സമ്പാദിച്ചത്. അപ്പം അത് കേശവശാസ്ത്രി വളരെ തന്മയത്വമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സാധുവർഗത്തിൻ്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സാധുവർഗത്തിൻ്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സൗദങ്ങളും മാളികയും സമ്പത്തുമെല്ലാം, സൗദങ്ങളും മാളികയും സമ്പത്തുമെല്ലാം. നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും, നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ, മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ. നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും, നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ, മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ആ പാട്ടിനകത്തൊരു ആശയമുണ്ട്. വിത്ത് കെട്ടുകയും വിത്ത് വിതയ്ക്കുകയും ഞാറ് നടുകയും കട്ട നിരത്തുകയും ഞാറ് നടുകയും അത് പക്വത വന്നു കഴിയുമ്പോൾ കൊയ്യുകയും മെതിക്കുകയും എല്ലാം ചെയ്യുന്നത് സാധുക്കളാ. അതാ യവന്മാര് തിന്നുന്നത്. പക്ഷെ തൊടുകയല്ല. അവർ തൊട്ടതല്ലിയോടാ നീ ഇരുന്ന് അഭിച്ചടിക്കുന്നത്. മനസ്സിലാകുന്നില്ല. ഏതപ്പാ ഗോതമംഗലം. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ ഇങ്ങനത്തെ വല്ലാത്തൊരു കാലമായിരുന്നു ഈ കേരളത്തിൽ. ഇന്ത്യയിലും ഇതൊക്കെ തന്നെ മിക്കയിടത്തും ഇപ്പോഴും ഉണ്ടല്ലോ ചിലയിടങ്ങളിൽ. അടുത്ത കാലത്ത് പേപ്പർ വായിച്ചതല്ലേ, ന്യൂസ് വന്നതല്ലേ, വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ് അല്ലേ? സ്തോത്രം. അങ്ങനത്തെ അന്ധകാര നിബിഡമായ ഒരു അന്തരീക്ഷവും കാലവുമാണ്. ആ അന്ധകാരത്തിന് മാറ്റം വരുത്തിയത് ദിവ്യ വെളിച്ചമാകുന്ന പ്രകാശമാകുന്ന യേശു വന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷം വന്നതുകൊണ്ടാ നിന്റെ മട്ടും രീതി മാറിയത്. നേരെ ചൊവ്വന് തുണി കൊടുക്കാൻ പഠിച്ചത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നീ ആരും എടുത്തോണ്ട് നീ അതെല്ലാം
മനസ്സിലാകുന്നുണ്ടോ? നിന്റെ പണ്ടിവയറും കാണിച്ചോണ്ട് നേരം ചൊവ്വന് തുണി എടുക്കാൻ പഠിച്ചത് സൂചേട്ടൻ വന്നത് കൊണ്ടാണ്. രണ്ടക്ഷരം കൂട്ടി വായിക്കാനിടയായത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. പള്ളി പണിത് വെച്ച് പള്ളിക്കൂടം പണിത് പിതാക്കന്മാരെ അതിനകത്തോട്ട് കയറ്റി അക്ഷരം പഠിപ്പിച്ചു ഇല്ലേ? അല്ല, വലിയ വിദ്യാഭ്യാസമുള്ള നമ്മുടെ വല്യമ്മമാർ ഗ്ലോറി ഉണ്ടോ? രണ്ട് ഇംഗ്ലീഷ് പറയുന്നേ അത് സൂചേട്ടൻ വന്നത് കൊണ്ടാണ്. അല്ല, അവിടെ നിന്നിരുന്നേലോ പ്രായമുള്ള അമ്മ ഗ്ലോറി, അത് സ്പെല്ലിംഗ് ഒന്നും അറിയാൻ മേലും കയറി അടിക്കുക ഗ്ലോറി. അത് സൂചേട്ടൻ വന്നത് കൊണ്ടാണ്. നീ പാൻറ്റിടാൻ പഠിച്ചത് സൂചേട്ടൻ വന്നത് കൊണ്ടാണ്. അല്ല, നീ ധാരം മാച്ച് കാണുന്നേനും. ഇപ്പൊ പാൻറ്റ് വെല്ലം ഇട്ട് നെഞ്ചത്തിട്ട് ബെൽറ്റും ഒക്കെ ഇട്ട് ജീസസ് സൂചേട്ടൻ വന്നത് കൊണ്ടാണ്. പിന്നെ അല്ലാതെ സ്തോത്രം മാന്യമായിട്ട് ഇടപെടാൻ പഠിച്ചത് സൂചേട്ടൻ വന്നത് കൊണ്ടാണ്. അന്തസ്സായിട്ട് ജീവിക്കാൻ നമ്മളെ ഇടയാക്കുന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ആ സുവിശേഷം ആ വെളിച്ചം, ആ സുവിശേഷം ആ തേജസ്, അതാണ് യേശു ക്രിസ്തു. യോഗ്യമേ ഇതു നമുക്കതി ഭാഗ്യമേ, രക്ഷിതാവിന്റെ ഭാഗ്യമേ, സ്വർലോകരോടൈക്യമേ, യേശുരാജന്റെ സുവിശേഷക്കൊടി കോട്ടത്തോടുയർത്തിയിടണം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേരുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അതു പെട്ട് സന്തോഷമേ. മുടിക്കണം പേജിൻ കോട്ട നാം മുടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുരാജന്റെ സുവിശേഷം കൊടി കോട്ടത്തോടുയർത്തിയിടണം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേരുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അതു ബഹു സന്തോഷമേ. ജലവിടിൻ ബുദ്ധിജ്ഞാനന്തയും ജലവിടിൻ, 10 സമ്പത്തുകൾ ജലവിടിൻ, 8 സമ്പത്തുകൾ ജലവിടിൻ, യേശുരാജന്റെ സുവിശേഷം കൊടി കോട്ടത്തോടുയർത്തിയിടണം. ലോകം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേരുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. കർത്താവിന് മഹത്വം കൊടുക്ക. സുവിശേഷം വന്നതാണ് നിന്റെ അന്ധകാരം മാറിയത്. നിന്റെ കുടുംബത്തിനകത്തെ അന്ധകാരം മാറിയത് പ്രകാശമാകുന്ന ക്രിസ്തു നിന്റെ വീട്ടിൽ വന്നത് കൊണ്ടാണ്. ദേശത്തിന്റെ അന്ധകാരം മാറിയത് യേശുവിന്റെ സുവിശേഷം ദേശത്ത് വന്നത് കൊണ്ടാണ്. അതിനൊക്കെ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചത് CSI CMS മിഷണറിമാരാ. പെന്തിക്കോസുകാരൊന്നും ചെയ്തിട്ടില്ല. പെന്തിക്കോസുകാർ പിന്നെയും കുരുക്കൊപ്പിക്കുകയായിരുന്നിരുന്നു. ആ വിഷയത്തിൽ ഇവര് കുരുക്ക. അതൊക്കെ CMS മിഷണറിമാര്, സാൽവേഷൻ ആർമിയിലെ ദൈവദാസന്മാര്. അവരാ സാധുക്കളാകുന്നവർക്ക് വേണ്ടി വളരെ അധ്വാനിച്ചു. ഉപദേശത്തിന്റെ പൂർണ്ണതയൊന്നും പറഞ്ഞില്ലെങ്കിലും ആൾക്കാരെ രക്ഷയിലേക്ക് നടത്തി. തേച്ച് കുളിപ്പിക്കുകയും വസ്ത്രം കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും അക്ഷരം ഓതി കൊടുക്കുകയും അത് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും. സ്തോത്രം. ചില ചോദിക്കല്ലേ വീട്ടു പേരന്ന പള്ളിക്കുന്നേല്, ആ പള്ളിക്കാർ കൊടുത്തതല്ലവാ. മാമൂട്ടിലുണ്ടല്ലോ പള്ളിക്കുന്നേൽ, പള്ളിക്കാർ കൊടുത്തതാ. ജോടി
നിങ്ങളുടെ വീട്ടിൽ തന്നെ പള്ളി താഴെ, അത് നിങ്ങൾക്ക് തല തന്നപ്പോൾ താഴെ ആയി പോയതാ. അമ്മാമ്മയുടെ വീട്ടിൽ തന്നെ നിങ്ങൾ പള്ളിക്കുന്നാന്നോ പള്ളി താഴെയാന്നോ? സ്തോത്രം. ഇന്നാളെ ഞാനൊരാൾ ചോദിച്ചു, വീട്ടിൽ തന്നെ പള്ളിപ്പറമ്പിൽ, പള്ളിയുടെ പറമ്പാ ആണെന്ന്. യോസിയാസിലെ മിഷണറിമാർ വന്ന് സ്ഥലം മേടിച്ച ആൾക്കാർക്കെല്ലാം കൊടുത്തു. അതുകൊണ്ടാണ് നിനക്ക് കടപ്പാടം ഉണ്ടായത്. മനസ്സിലാകുന്നുണ്ടാവല്ലോ? ആ കാര്യം പറയുമ്പോൾ കാര്യം തീർത്ത് പറയണം. അസിയമസിലെ മിഷണറിമാർ എന്ത് കഷ്ടപ്പെട്ടു, നന്നായിട്ട് അവർ അധ്വാനിച്ചു. സാൽവേഷൻ ആർമക്കാരും അതുപോലെ തന്നെ നന്നായിട്ട്. പെന്തിക്കോസ്കാർ ആ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം പിന്നെ ചിലർ നന്മയൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിലും അടിസ്ഥാനമൊന്നും മറക്കരുത്. സ്തോത്രം. നേരം ചൊവ്വനും ജീവിക്കാൻ പഠിപ്പിച്ചത് അവരാ. ദൈവത്തിന് മഹത്വം. സ്തോത്രം. അത് ദിവ്യ വെളിച്ചമാകുന്ന യേശു വന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദേശത്തിന്റെ ഇരുട്ട് മാറിയത് യേശുവാകുന്ന പ്രകാശം ആമൻ ശോഭിച്ചത് കൊണ്ടാണ്. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറണമെങ്കിൽ, ദേശത്തിന്റെ അന്ധകാരം മാറണമെങ്കിൽ, രാജ്യത്തിന്റെ അന്ധകാരം മാറണമെങ്കിൽ വെളിച്ചമാകുന്ന യേശുവിനെ ഉയർത്തണം. ആ വെളിച്ചമാകുന്ന യേശു എവിടൊക്കെ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെല്ലാം മട്ടുമാറിയിട്ടുണ്ട്. സ്തോത്രം. സ്തോത്രം. ധാരാളം കാര്യങ്ങൾ അവിടെ തന്നെ നിന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്കിലും സമയത്തെ ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ശിമിയോൻ പറഞ്ഞ വാക്കുകളും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒന്ന്, ശിമിയോൻ പറയുക ജാതികൾക്കുള്ള പ്രകാശമാണ് യേശു ക്രിസ്തു. എല്ലാ കാര്യങ്ങളും എടുക്കുന്നില്ല. രണ്ട്, ശിമിയോൻ പറഞ്ഞ കാര്യമാണ് സകല ജാതികളുടെയും രക്ഷയാണ് ക്രിസ്തു. 31 വാക്യം വായിച്ചേ. 31. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായി ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ. അപ്പോൾ ഈ ക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ സകല ജാതികളുടെയും രക്ഷകനാണ്. നീ ഏത് ജാതിയിലും മരത്തിലും കുലത്തിലും കുടുംബത്തിൽപ്പെട്ടവൻ ദൈവത്തിന് വിഷയം മനുഷ്യനായ ജാതിയെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മനുഷ്യനാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ദൈവത്തിനൊന്നും വിഷയമല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒറ്റ ഒരുത്തനും ഇന്ന് സകല മനുഷ്യരും ഉണ്ടായേക്കുന്നത്. അങ്ങനെ വേദപുസ്തകം ഭൂതലത്തിലെങ്ങും കൂടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഒറ്റ ഒരുത്തൻ്റെ മുഴുവൻ എണ്ണവും. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭക്ഷണക്രമവും ജോലിയുടേതും സാഹചര്യവും അതും ഇതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പല പരുവത്തിന് ഇല്ലേ. ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് ശരീരത്തിൻ്റെ പ്രകൃതി മാറും. ഭക്ഷണക്രമം അതിൻ്റെ രീതി അനുസരിച്ച് ശരീരത്തിൻ്റെ കളറും നിറവും ഒക്കെ അത് ഒരു 4-5 തലമുറയാകുമ്പോൾ ഒത്തിരി വ്യത്യാസം വരും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ വലിയ പുള്ളിയാ, ഞാൻ കുറച്ചുകൂടെ മിണ്ടിപ്പോകരുത്, നീ എല്ലാം ഒറ്റ ഒരുത്തൻ്റെയാ ആണെന്ന്. അല്ലെന്ന് ആർക്കെങ്കിലും തർക്കമുണ്ട് ഇപ്പം എഴുന്നേറ്റോണം. നിന്നെ ഞാൻ ശരിയാക്കി വെച്ചേ പോവുള്ളൂ. മറ്റേ സബ്ജക്റ്റ് എടുക്കുന്നില്ല, നിന്റെ സബ്ജക്റ്റ് തീർത്തേച്ചേ പോവുള്ളൂ. ഈ വേറെ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. ഒറ്റ ഒരുത്തനിൽ നിന്ന് സകല മനുഷ്യനെ ഉളവായത്. സ്തോത്രം. പിന്നെ ഭക്ഷണക്രമവും ക്ലൈമറ്റും ജോലിയും സാഹചര്യവും ജീവിതചര്യയൊക്കെ കണ്ട ഇങ്ങനെയൊക്കെ പല വിഭാഗത്തിലും പല കളറൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ ഈ ജാതി വർഗീയത ആണെന്ന്. ഇപ്പൊ പിന്നെ പിള്ളേർക്കൊക്കെ ഇച്ചിരി വിവരമായതുകൊണ്ട് കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും പഴയ കുറെ മൂരാച്ചികളുണ്ട്. ഇവനൊന്നും തൊലയാതെ ഇത് ശരിയാകുകയല്ല. പറയാതിരിക്കാനൊക്കുമല്ല. സ്തോത്രം. ആദ്യം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണ്. സഹാനുഭൂതി ഉണ്ടായിരിക്കണം, സഹാനുഭൂതി ഉണ്ടായിരിക്കണം. ഒരു പിച്ചക്കാരനാ, അവന്റെ സാഹചര്യം കൊണ്ടാ പിച്ച. അവന് മനുഷ്യനാ, അവനെ ബഹുമാനിക്കണം, അവനെ ആദരിക്കണം. അതാദ്യം പഠിക്കേ. ഞാൻ പകലോമറ്റത്തെയാ, ശങ്കരിപൂരിയാ, കാളികാവാ, ഞാൻ പാലാമ്പടത്തെയാ, ഞാൻ അവിടുത്തെ വട്ടശ്ശേരിയാ, ഞങ്ങൾ പിന്നെ വലിയ കുടുംബമാണ്. ഏതാ? ഓമണ്ണിൽ ഞങ്ങൾ ഇവിടുത്തെ കാര്യമാണ്. ഞാനിവിടെ അല്ലേ ഇപ്പൊ പ്രസംഗിക്കുന്നത്.
പിന്നെ ലഡാക്കിലാണ് ഓമണ്ണ്. ഞങ്ങൾ ഓമണ്ണില്ല, നല്ല കാര്യം. നിങ്ങൾ ഇവിടുത്തെ, ഞങ്ങൾ കരിപ്പനാക്കുഴി. അത് കൂടെ ഉള്ളതല്ലേ. കൊച്ചമ്മ എവിടെ? ഞങ്ങൾ ചിരട്ടാമണ്ണിൽ, അത് കൂടെ. ഇതെല്ലാം എനിക്കറിയാം. ഞാൻ എന്നെ ഓക്കനാന്നാണ് ഓർത്തത്. അറിയാമെന്നിതല്ല. നീ കുടുംബത്തിന്റെ മെച്ചമല്ല പറയേണ്ടത്. ഞങ്ങളിവിടെ, നിങ്ങളിവിടെ, ഞങ്ങൾ പുന്നവേലി പിടിവീട്ടിലെ പിടിവീട്ടിൽ പാപ്പച്ചനെ അറിയാമോ? നീ കുടുംബത്തിന്റെ മെച്ചം പറയാതെ, കുടുംബത്തിന്റെ വകുപ്പടിക്കാതെ നീ ക്രൂശിൽ പ്രശംസിക്ക്. എന്റെ യേശുവായി എന്നെ രക്ഷിച്ചത്, എന്റെ യേശുവായി എന്നെ വിടുവിച്ചത്, എന്റെ യേശുവിനാ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഈ കൃപയിൽ വന്നതായ എന്റെ ഭാഗ്യം, ഞാൻ രക്ഷിക്കപ്പെട്ടതായ എന്റെ ഭാഗ്യം. വല്ല പുകഴാനുണ്ടെ കാൽവരി ക്രൂശിൽ പുകട്. ഞാൻ തന്നെ ജ്ഞാനത്തിലും, ധനവാൻ തന്നെ ധനത്തിലും, ബലവാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത്, യേശുവിൽ പ്രശംസിക്കുക. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്റെ ദൈവം മിത്രമാക്കിയേ. ഓ കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്റെ ദൈവം മിത്രമാക്കിയേ. രക്തമും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി, ഈ സ്നേഹ കൊടുക്ക. അതുകൊണ്ടാണ് ഞാൻ സകല ആൾക്കുണ്ട് ജാതി പറയരുത്, വർഗവർണ്ണ വ്യത്യാസം കാണിക്കരുത്. ഒരു കുഞ്ഞുങ്ങളും വിശേഷിച്ച് പെന്തിക്കോസുകാരും കൂടുതലങ്ങ് ദൈവത്തോട് പറ്റുമാനമല്ലേ. പള്ളിയിൽ പോകുന്ന സകല ആളിനോടും നീ കത്തോലിക്ക ആന്നേലും യാക്കോബായ മാർത്തോമായ ഓർത്തഡോക്സോ ഏത് കോസാന്നേലും നീ വർഗീയത കാണിക്കരുത്. സ്തോത്രം, തരംതിരിവ് കാണിക്കരുത്. എന്നെ കേൾക്കുന്ന സകല ആൾക്കാരോടും പറയുകയാ, സ്തോത്രം, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, അവനെ ബഹുമാനിക്കണം. ഒരു ഭിക്ഷക്കാരനാന്നേലും അവന് വ്യക്തിത്വമുള്ളവനാ. അവന്റെ സാഹചര്യം കൊണ്ട് അവൻ ഭിക്ഷ എടുക്കുന്നത്. ഭിക്ഷ എടുക്കുന്നുണ്ടല്ലോ, പിടിച്ചു പറിക്കുകയല്ലോ, ചോദിച്ചു മേടിക്കുകയല്ലേ. അയ്യോ വല്ലതും തരണേ, അത് അന്തസ്സാ. അല്ല നീ തിരിഞ്ഞു നിന്നപ്പോ തട്ടിയടിക്കുക ചോന്നും അറിയാൻ മേലാത്തവനെ പോലെ അല്ലല്ലോ. അവൻ വന്ന് യാചിക്കുകയല്ലേ. കൊടുക്കണം, ധർമ്മം കൊടുക്കണം. എല്ലാവർക്കും വ്യക്തിത്വമുണ്ട്, അതിനെ ഹനിക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. സ്തോത്രം. അല്ല ചുമ്മായിരുന്ന് കുരിശ് വരയ്ക്കുകയും മറുഭാഷ പറയുകയും എഴുന്നള്ളത്ത് നടത്തുകയും പള്ളിക്ക് ചുറ്റും ഇങ്ങനെ റാസാ ഗീസാന്നും പറഞ്ഞ് നടക്കാൻ ഒരു ഗുണവുമില്ല. മനസ്സിലാകുന്നുണ്ടാവല്ലോ. ഒറ്റ കൺവെൻഷൻ വിടുകയല്ല, കയ്യിലിരിപ്പെല്ലാം വേറെയാ. ഒറ്റ കൺവെൻഷൻ എവിടെ? ഞങ്ങളാ കൊയറ്, നിന്റെ കയറ്. ആ കയറിട്ട് തന്നെ കെട്ടണമെന്ന്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, മറ്റുള്ളവരെ ആദരിക്ക്, അവരെ ബഹുമാനിക്ക്.
ഏത് വിഭാഗത്തിൽ മനുഷ്യനായി വിഭാഗീയ ചിന്ത ഉണ്ടാക്കി വെച്ചേക്കുന്നത് ദൈവത്തിനൊന്നും വിഷയമല്ല. സ്തോത്രം. അപ്പൊ യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴു ജാതികളുടെ രക്ഷയാ ക്രിസ്തു. അവിടുന്ന് സർവ്വ മനുഷ്യന്റെയും രക്ഷാകാരണമാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, കറുത്തവനോ അതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. എങ്കിലും ഞാനങ്ങ് പറയുക, കറുത്തതോ വെളുത്തതോ കാശുള്ളതോ ഇല്ലാത്തതോ കുചേലനോ കുബേരനോ പണ്ഡിതനോ പാമരനോ ആരുമാകട്ടെ, നിനക്ക് വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. ഇനി മനുഷ്യര് വെച്ചിരിക്കുന്ന രീതിയിൽ അങ്ങ് പറയാ, നീ ആദ്യ ബ്രാഹ്മണനാ, നായരാ, അല്ലെങ്കിൽ ഈഴവനാ, പുലയനാ, പറയനാ, ഉള്ളാടനാ, അല്ലെ മരം കയറുന്ന വ്യക്തിയാ, അവൻ കുറവനോ ആരുമായിക്കോട്ടെ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. ഞാനങ്ങ് ഓപ്പണായിട്ട് പറയുക, നീ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് സ്നേഹിത, നിനക്ക് വേണ്ടിയാ യേശു ഭൂമിയിൽ അവതരിച്ചത്. യേശു മാത്രമാണ് രക്ഷകൻ. ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല ക്രിസ്തു, അവിടുന്ന് മുഴുവോകത്തിന്റെയും ദൈവമാണ്. ഇന്ന് രാത്രി സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, ലോകരക്ഷിതാവാകുന്ന യേശു ക്രിസ്തുവിനായി സമർപ്പിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷ കൈവരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൽ രക്ഷയ നേടി രക്ഷയെ നേടിയ ശ്രീയേശു പാദേ വരുമോ നീ വേഗം. ശ്രീയേശു പാദേ വരുമോ നീ വേഗം. കാലം നീ കളയാതെ നീയതു മറക്കാതെ. ശ്രീയേശു പാദേ വരുമോ നീ വേഗം. ശ്രീയേശു പാദേ വരുമോ നീ വേഗം. കാലം നീ കളയാതെ നീയതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ. നന്നായി മാറിയ എന്നാലും എന്നു നീ ഓർക്കാതെ. നന്നായി മാറിയ എന്നാലും എന്നു നീ ഓർക്കാതെ. മണ്ണായി മാറും അഴകേറും നിന്നെ. മണ്ണായി മാറും അഴകേറും നിന്നെ. മണ്ണായി മാറും അഴകേറും നിന്നെ. മണ്ണായി മാറും അഴകേറും നിന്നെ. നിർണയമൊരു നാളിൽ നീയതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ.
യേശു ക്രിസ്തു ആമേൻ സകല ജാതികളുടെയും രക്ഷയാണ്. അതാണ് 31-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചോ. ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണു കണ്ടു. സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ. യേശു ക്രിസ്തുവാണ് രക്ഷകൻ. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അവിടുന്ന് മാത്രമേ രക്ഷിപ്പാൻ കഴിവുള്ളൂ. ആ രക്ഷകന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി സമർപ്പിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ അതായത് പ്രശ്നങ്ങൾ വന്നപ്പോൾ മറിയ യേശുവിനെടുക്ക ചെന്നത്. അടുത്തത് ശിമയോൻ പറഞ്ഞ ഒത്തിരി കാര്യമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ പാകം വിടുന്നതായിരിക്കും നല്ലത്. സ്തോത്രം. അവിടുത്തെ പ്രത്യേകത സകല ഹൃദയ വിചാരങ്ങളെയും വെളിപ്പെടുത്തുന്നവനാണ്. 34-ാം വാക്യം വായിച്ചേ. 34. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട് അവനെ അനുഗ്രഹിച്ച് അമ്മയായ മറിയയോടെ അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പരലോകമേ. ആ വാക്യം നിങ്ങൾ മൊത്തം വായിച്ചാൽ അമ്മ മറിയത്തോട് പറയുക, ഈ പൈതലുണ്ടല്ലോ സാധാരണ ഒരു പൈതലല്ല, സകല എണ്ണത്തിന്റെ ഹൃദയ വിചാരം വെളിപ്പെടുത്തുന്നവനാ. സ്തോത്രം. ആ കാര്യോ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്തോത്രം. നിന്റെ ചിന്തയും വിചാരവും സകലതും അറിയുന്നവനാ ദൈവം. നീ ഇപ്പൊ എന്തുവാ ചിന്തിക്കുന്നത് ദൈവത്തിന് അറിയാം. ഇപ്പൊ ചിന്തിക്കുന്നത് 9:45 ഇയാടെ മട്ട് കണ്ടിട്ട് മിക്കവാറും 10:30 ആയാലും നിർത്തുക. ഇന്ന് 11-നെ നിർത്തുന്നുള്ളു. അവിടെ നീ എന്നും 9:30 തിന്നേച്ച് കിടന്ന് ഉറങ്ങുകയല്ലേ. ഇന്ന് ഇവിടെ നാളെ ഒരു അവസരം കിട്ടുന്ന ആർക്കറിയാം. സ്തോത്രം. അവിടെ കേക്ക്. ഗുണപ്പെട്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്. ഇന്ന് രാത്രി സ്നാനപ്പെടാൻ തീരുമാനമെടുക്ക. ഈ രാത്രി ആത്മശക്തിക്ക് പ്രാർത്ഥിക്ക്. ഈ രാത്രി വേർപാട് ആചരിക്കാൻ സമർപ്പിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. ജീസസ്. പേടിക്കണ്ട. 11 വരുന്നു എടുക്കുകയല്ല. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക. അവൻ സകല ഹൃദയ വിചാരങ്ങളും വെളിപ്പെടുത്തുന്നവനാ. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. പരീശന്മാരുടെ ഹൃദയത്തിരിക്കുന്ന കർത്താവ് അന്നേരം മനസ്സിലാക്കി. സ്തോത്രം. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അങ്ങനെ കർത്താവരുടെ ഹൃദയ വിചാരം അറിഞ്ഞിട്ട് അങ്ങനെ എഴുതിയേക്കുന്നു. സ്തോത്രം. അവിടുന്ന് സകലതും അറിയുന്നവനാ. അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. നിന്റെ അവസ്ഥകളെല്ലാം ദൈവം അറിയുന്നുണ്ട്. ചിന്തനകളെയും ഭാവങ്ങളെയും ഒക്കെ വിവേചിക്കുന്നവനാ ദൈവം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്ന ഞാൻ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും നീ അറിയുന്നു. പിന്നെ എന്റെ നിരൂപണമൊക്കെ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. പിന്നെ എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കും. പിന്നെ കേക്കാൻ മേല. നീ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ ഉച്ചത്ത് പോയി പാർത്താൽ ഇവിടെ നിന്നെ കാണും, അറിയും. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണം. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം. ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തൻ അറിയുന്നു ശോധന ചെയ്തൻ ഈ പരിജ്ഞാനം.
ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണമോ. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ അത്ഭുതം, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യനായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, ഈ പരിജ്ഞാനം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അവൾ ശിമയോൻ പറഞ്ഞത് സകല ഹൃദയ രഹസ്യങ്ങളെയും ഹൃദയ വിചാരങ്ങളെയും വെളിപ്പെടുത്തുന്നവനാണ് യേശു ക്രിസ്തു. ആ വാക്യത്തിൽ തന്നെ ശിമയോൻ ഒരു കാര്യം കൂടെ പറഞ്ഞ്, ചിലരുടെ വീഴ്ചയ്ക്കും ചിലരുടെ എഴുന്നേൽപ്പിനും കൂടെ ഈ പൈതൽ. 34 വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന. അപ്പൊ ഈ പൈതലിന്റെ വിശേഷത ചിലരുടെ വീഴ്ചയ്ക്കും ചിലരുടെ എഴുന്നേൽപ്പിന് കൃപയാൽ നമുക്ക് എഴുന്നേൽക്കാൻ ഭാഗ്യമുണ്ട്. ആമേൻ. അനേകർ ക്രൂശിന്റെ വചനം തട്ടിക്കളഞ്ഞ് തള്ളിക്കളഞ്ഞ് വീണപ്പോ കാലാകാലങ്ങളിൽ ക്രൂശിന്റെ വചനം ഏറ്റെടുത്ത് എഴുന്നേൽക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകും. അവിടുന്ന് ക്രിസ്തു അവൻ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും ഇടയാക്കുന്നവനാ. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒന്ന്, ഗബ്രിയേൽ മാലാഖ പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, ആട്ടിടയന്മാര് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 3, വിദ്വാൻമാര് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 4, എലീശബത്ത് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 5, ശിമിയോൻ പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 6, ഹന്ന എന്ന് പറഞ്ഞ അമ്മച്ചി, പ്രവാചക അമ്മച്ചി പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ. എന്തുവാ ഹന്നാമ്മ പറഞ്ഞത്? ആ 2:36 മുതൽ 38 വരെയുള്ള വാക്യം വായിപ്പിക്കാൻ സമയമില്ല. ഹന്നാമ്മ പറഞ്ഞത് ആലയം വിട്ടുപിരിയാതിരുന്ന ഒരു അമ്മയാ, പ്രവാചകയാ. ചെറുപ്പത്തിൽ ഭർത്താവൊക്കെ മരിച്ചുപോയി, എങ്കിലും ദൈവാലയം പിരിയാതിങ്ങനെ ഇരിക്കുന്ന നല്ലൊരു അമ്മ, പ്രവാചകി. ആശേർ ഗോത്രത്തിൽ പനുവേലിന്റെ മകളാണ്, നല്ലൊരു അമ്മ. ഇങ്ങനത്തെ ഒരു അമ്മയൊക്കെ വീട്ടിലുള്ളത് വളരെ അനുഗ്രഹമാണ്. രാവിലെ നുണയും കൊതിയും പറയാൻ തള്ള ഇറങ്ങും, മുടിയും കെട്ടുകയല ഒരു തോർത്തെടുത്തിടും, അതുമായിട്ട് നെടുക അങ്ങ് നടക്കുക. അതേസമയം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ട്, അതൊരു അനുഗ്രഹമാണ്, വീടിനും അനുഗ്രഹമാണ്. സ്തോത്രം. അപ്പൊ ഈ അമ്മ ആലയം വിട്ട് പിരിയാതിരിക്കുന്ന അമ്മ ഹന്ന എന്ന പ്രവാചകി. ആ പ്രവാചകി പറഞ്ഞ കാര്യമാണ് 38 വാക്യം വായിച്ചേ. ആ നാഴികയിൽ അവളും അടുത്ത് നിന്ന്, ഞാൻ വിശദീകരിക്കുന്നില്ല, ആ ഹന്ന എന്ന പ്രവാചകി അമ്മ അടുത്ത് വന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. അപ്പോൾ ഹന്ന എന്ന പ്രവാചകി പറഞ്ഞത് കാര്യം ഇതാ, അല്ലയോ മറിയേ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ് വീണ്ടെടുപ്പുകാരനാണ്. സകല മനുഷ്യരെ വീണ്ടെടുക്കാൻ കഴിവുള്ളവനാ നിന്റെ കൈകളിലിരിക്കുന്ന ഈ കുഞ്ഞ്. യേശു വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനാ. അവിടുന്ന് മാത്രമേ വീണ്ടെടുക്കാൻ കഴിവുള്ളവനുള്ളൂ. ആമേൻ. ആ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് മറിയ യേശുവിനെടുക്ക വന്നത്. 7 ഞാൻ ഓടിച്ചങ്ങ് നിർത്തുക. മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് യേശു കർത്താവ് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 41 മുതൽ എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞ കാര്യം. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാൾ യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിപോലെ പെരുന്നാളിന് പോയി. അപ്പൊ 41 മുതൽ 51 വരെയുള്ള വാക്യത്തിൽ ഇവര് യെരൂശലേം പള്ളിയിൽ പോയി. പക്ഷേ തിരിച്ചു വന്നപ്പോ യേശു കൂടെ ഇല്ല. ആൾക്കാരുടെ കൂടെ കാണുമെന്ന് അമ്മയപ്പന്മാർ ഊഹിച്ചു. അങ്ങനെ അവര് ഊഹിച്ചു. അങ്ങനെ ഈ ഒത്തിരി ആൾക്കാർ ഊഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇരുന്ന് ഊഹിക്കുന്നത് 11-നായിരിക്കും മിക്കവാറും നിർത്തുന്നത്. ഊഹിക്കുക അല്ലല്ല, അതിന് മുന്നേ നിർത്തും. അമ്മയപ്പന്മാർ ഊഹിച്ചു, കൂടെ കാണും. ഒരു ദിവസത്തെ വഴി
കഴിഞ്ഞ മനസ്സിലാകുന്ന കുഞ്ഞു കൂടെ ഇല്ലെന്ന്. തിരിച്ചൊരു ദിവസം കൂടെ വഴി കഴിഞ്ഞ് വെള്ളിപ്പള്ളി ചെന്നപ്പോൾ യേശു അവിടെ ഉപദേശകന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ കർത്താവ് ആ ഉപദേശകന്മാരുടെ നടുവിലിരുന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ യേശുവിൻ്റെ അമ്മയും അപ്പനും എല്ലാം ചെന്നിട്ട് പറഞ്ഞു, ആൾക്കാർ എന്ന് പറഞ്ഞു, നിന്റെ അപ്പനും അമ്മയും നിൽക്കുന്നു. അപ്പോൾ അമ്മ പറയുന്ന ഒരു പദമുണ്ട്. അമ്മ പറയുക, അമ്മ അവനോട്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും. അപ്പൊ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ പറയുക, നിന്റെ അപ്പനും ഞാനും വ്യസനിക്കുന്നുണ്ട്. അപ്പൊ യേശു പറഞ്ഞൊരു പദമുണ്ട്, അത് വാച്യാർത്ഥമാണെങ്കിലും, എൻ്റെ അപ്പൻ ഔസേപ്പല്ല, എൻ്റെ അപ്പൻ സ്വർഗീയ പിതാവ്. സ്വർഗീയ പിതാവിന് ഇഷ്ടമുള്ളിടത്തല്ലയോ ഞാനിരിക്കുന്നത്. അങ്ങനെയല്ലേ എഴുതിയൊക്കെ അടുത്ത വാക്യം വായിച്ച യേശു പറഞ്ഞ എന്നതാ, നിന്റെ അപ്പനും ഞാൻ വിശ്രമിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞത് എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിനെ? എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത്. എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത്. അപ്പൊ അതിന്റെ അർത്ഥം ഇതാ, അമ്മേ ഔസേപ്പല്ല എന്റെ പിതാവ്, എന്റെ പിതാവ് സ്വർഗീയനാ. എന്റെ പിതാവ് ഉയരത്തിലാ എന്ന് പറഞ്ഞ ഞാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. ഞാൻ മുമ്പുണ്ടായിരുന്നവനാ, ഞാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. എന്നെ അയച്ചവൻ സ്വർഗത്തിലായ എന്റെ പിതാവ്. മറിയയ്ക്ക് മനസ്സിലായി, ഔസേപ്പല്ല, അവൻ ഉയരത്തിൽ ഒരുവനുണ്ട്, സ്വർഗീയ പിതാവ്, അവന്റെ പുത്രനാണ് അവൻ, എന്റെ മകൻ. അതുകൊണ്ട് ആ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ നീ എങ്ങും പോയി വെപ്രാളപ്പെടുകയല്ല. വിഷയങ്ങൾ വരുമ്പോൾ സൂക്ഷം അവൻ്റെ അടുക്ക വരും. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ അടുക്ക വാ. ഞാൻ അത്ഭുതമന്ത്രിയെ പറ്റി നന്നായിട്ട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. യേശുവിൻ്റെ രണ്ടാമത്തെ അത്ഭുതം, ഇതൊന്നാമത്തെ അത്ഭുതമാണ്. കർത്താവ് ഗലീലയിൽ വെച്ച് രണ്ടാമത് ഒരത്ഭുതം ചെയ്തു. ആ അത്ഭുതം രാജഭൃത്യൻ്റെ മകൻ്റെ സൗഖ്യമാണ്. ആ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 46 മുതൽ 54 വരെയാണ്. ഇനി പ്രസംഗിക്കുന്നില്ല, ഓടിച്ചു വായിച്ചങ്ങ് വിട്ട് അവസാനിപ്പിക്കുക. ഒന്ന് വായിച്ചു തരും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയിലേക്ക് പോയി. പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവൻ ഗലീലയിൽ എത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അല്ലല്ല, 46 മുതൽ വായിച്ചേ. 4-ാം അധ്യായത്തിന്റെ 46. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കി ഗലീലയിലെ കാനാവിൽ വന്നു. അത് കാനാവിൽ വീണ്ടും യേശു വന്നു. വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വെച്ചു. അവനാണ് രാജഭൃത്യന്റെ മകന്റെ ദീനം. ഇത് ആ പയ്യന് സൗഖ്യം കൊടുക്കുന്നതിനെ പറ്റി എഴുതിയേക്കുന്നത് ഇത് രണ്ടാമത്തെ അത്ഭുതമാണ്. 54-ാം വാക്യം വായിച്ചേ. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട്. അപ്പൊ ആദ്യത്തെ അടയാളം കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. രണ്ടാമത്തെ അടയാളം ഈ രാജഭൃത്യന്റെ മകന്റെ സൗഖ്യം. ഇങ്ങോട്ട് നോക്കിയേ, രാജഭൃത്യന്റെ മോൻ എന്തുവായിരുന്നു അസുഖം? ഇങ്ങോട്ട് നോക്ക്, അവന്റെ അസുഖം എന്നായിരുന്നു? അവന് തലയ്ക്ക് അസുഖമാണോ? അവന് പനി, കോവിഡ് ആണോ എന്നൊരു ഡൗട്ട്. അവന് പനിയാ, ചെറുക്കന് പനിയാണെന്ന് വാക്യം 52-ാം വാക്യം വായിച്ചേ. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടു. അപ്പൊ ഇവന്റെ ചെറുക്കന്റെ അസുഖം എന്നാ? പനിയാ. അതെ, എല്ലാം വിവരിക്കാൻ നേരമില്ല. അപ്പൊ ഈ രാജഭൃത്യന്റെ മകന്റെ അസുഖം പനി. ഇനി ആ പനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പനിയല്ല, കോവിഡ് ആണെന്നാ എന്റെ ചിന്ത. കാരണം മരിപ്പാറായി. 47-ാം വാക്യം. യേശു യഹൂദദേശത്ത് ഗലീലയിൽ വന്നു എന്ന് 47. അത് തന്നെ. അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു, തന്റെ മകൻ മരിപ്പാറായിരിക്കും. അയ്യോ, എന്റെ മകൻ മരിപ്പാറായി. അപ്പൊ പനി ചെറിയ പനിയല്ല, മൂക്കടപ്പും തുമ്മലും ഒന്നുമല്ല. എനിക്ക് തോന്നുന്ന ഷിനു കോവിഡ് ആന്നാ, കാരണം മരിപ്പാറായെന്നാ. സ്തോത്രം. ആ കോവിഡിന്റെ രൂക്ഷ സമയത്ത് ആശുപത്രി വിളിച്ചാൽ പോലും ഒരെണ്ണം വരിക. ഇപ്പൊ എല്ലാവരും അങ്ങോട്ടടാ ഓട്ടവാ. അന്നേരം ഒറ്റ കുഞ്ഞുങ്ങൾക്ക്
അപ്പൊ ഈ ചെറുക്കൻ്റെ അസുഖം ഒന്ന് പനി, അത് കൂടുതലായി, മരിക്കാറായി. എന്നാൽ ഈ രാജഭൃത്യന്റെ ഒന്ന് രണ്ട് വിശേഷത അങ്ങ് പറഞ്ഞ് നിർത്താം. ഒന്ന്, ഈ ചെറുക്കൻ പനി പിടിച്ച് മരിപ്പാറായി. പക്ഷെ അപ്പന്റെ ഒരു വിശേഷത, യേശുവിനെ പറ്റി കേട്ടു. 47-ാം വാക്യം. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടില്ല, അത് വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യ അവനോട് 47-ാം വാക്യം. യേശു യഹൂദദേശത്ത് നിന്ന് ഗലീലയിൽ കേട്ടു. അതാ രാജഭൃത്യന്റെ വിശേഷത. ചെറുക്കന് പനിയ, മരിക്കാറായി, അത്യാസന നിലയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാന്നല്ല പറഞ്ഞത്. അവൻ യേശുവിനെ പറ്റി കേട്ടു. നീ യേശുവിനെ പറ്റി കേൾക്കണം. കേൾക്കാൻ കൊള്ളാവുന്നവനാ യേശു, അനുഗമിക്കാൻ കൊള്ളാവുന്നവനാ യേശു. ഞാൻ വിവരിക്കുന്നില്ല. യേശുവിനെ പറ്റി കേട്ടു. രണ്ടാമത്തെ ഈ രാജഭൃത്യന്റെ ഒരു വിശേഷത, കേട്ടേച്ച് ഉണ്ടയിടുകയല്ല, അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. 47-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യേശു യഹൂദദേശത്ത് ഗലീലയിൽ വന്നു എന്നവൻ കേട്ട് അവന്റെ അടുക്കൽ വന്നു. ഇന്ന് രാത്രി നീ യേശുവിന്റെ അടുക്കൽ വരണം. കേട്ടേച്ച് അതിലെ പോയാ പോരാ, അഭിപ്രായം പറഞ്ഞേച്ച് പോയാ പോരാ. നല്ല പ്രസംഗമാ, നല്ല പാട്ടാ, കൊള്ളാം, അന്തരീക്ഷം കൊള്ളാം, അഭിപ്രായം പറയല്ല. കേട്ട് കഴിഞ്ഞാൽ യേശുവിന്റെ അടുക്കൽ വരണം. മൂന്നാമത്തെ അവന്റെ വിശേഷത, യേശു സൗഖ്യമാക്കാൻ കഴിവുള്ളവനാന്ന് വിശ്വസിച്ചു. 47-ാം വാക്യം വായിച്ചേ. യേശു യഹൂദദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ടേ അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം. അപ്പൊ യേശു സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ളവനാണെന്ന് രാജഭൃത്യൻ വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. അടുത്തത് അവന്റെ വിശേഷത, യേശു പറഞ്ഞ വാക്ക് അവൻ വിശ്വസിച്ചു. കർത്താവിന്റെ അടുക്ക വന്നപ്പോ കർത്താവ് പറഞ്ഞു, പൊക്കോ, ചെറുക്കനെ സൗഖ്യമാ. അത് ഈ രാജഭൃത്യൻ വിശ്വസിച്ചു. 50-ാം വാക്യം വായിച്ചേ. 50. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിക്കണം. മനസ്സിലായോ? പ്രവാചകൻ പറഞ്ഞ വാക്കല്ല. എന്നോട് കൂടൽ കുഞ്ഞു പറഞ്ഞു, അതൊന്നും വിശ്വസിക്കണ്ട. വലിയവനോട് അതൊന്നും വിശ്വസിക്കണ്ട. എടുത്തുവാ കുഞ്ഞു പണ്ടെന്നോട് ഒരു കാര്യം പറഞ്ഞു, കാന ലീലാമ, അതൊന്നും വിശ്വസിക്കണ്ട. 14 തങ്കമ്മ, മാട്ടാൽ അമ്മിണി, കൊളക്കട കുഞ്ഞമ്മ, കലയപുര അന്നമ്മ, പാറക്കുളം ശ്യാമള. അല്ല, പ്രവാചകന്മാരുടെ പേരാ. 12-ാം കുഴി കുഞ്ഞുകുഞ്ഞമ്മ, പൊങ്ങന്നാനം തങ്കമണി. നീ തങ്കമണിയുടെ ചിന്നമണിയുടെ ഒന്നും വിശ്വസിക്കണ്ട. യേശു പറഞ്ഞ വാക്ക് വിശ്വസിക്കുക. യേശു പറഞ്ഞ വാക്ക് വിശ്വസിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. നീ രാവിലെ കൂടിന്റെ കുടുംബിക്കായിട്ട് കോടിമതയ്ക്കും കോട്ടയത്തും കൊട്ടാരക്കരയിലും പുനലൂരും കുന്തത്തിനകത്ത് പോകാതെ നീ യേശു പറഞ്ഞ കാര്യം വിശ്വസിക്ക്. അവിടെ ചെന്നാ വിടുതൽ, ഇവിടെ ചെന്നാ വിടുതൽ. അവിടെ ചെന്ന് ഉച്ച വരെ തുള്ളി, ഒരു ഗുണമില്ല, നടുവിന് വേദന ഉണ്ടായതല്ലാതെ. അന്ന് ചിന്തിച്ചു വന്നപ്പോ ചമ്പക്കര ഇറങ്ങി അതിനെ പിണ്ണതൈലം മേടിക്കാൻ. കോട്ടയത്ത് പോയി മല്ലപ്പള്ളിക്ക് വരണ്ട, നീ ഇടയ്ക്ക് ചമ്പക്കര വളവിൻ്റെ ഇവിടെ ഇറങ്ങി അടിക്ക് സാറേ വെല്ലം, എന്തിനാ? എനിക്ക് പിണ്ണതൈലം മേടിക്കണം. അതിനാ പൊത്തൊന്ന് താഴെ വീണതാ. അവൻ തള്ളിയിട്ട് ചവൻ വീട്ടിൽ പോയി. മനസ്സിലാകുന്നുണ്ടാവല്ലോ? നീ കാണുന്ന പറമ്പിലും പുറത്തെത്തുമ്പോൾ കുഞ്ഞുഞ്ഞമ്മയെ ഉരുണ്ട് വീടാതെ നീ യേശുവിനെ വിശ്വസിക്ക്. യേശു നിന്നെ വീടിക്കുകയല്ല, വീണവനെ എഴുന്നേൽപ്പിക്കുന്നവനായ യേശു. യേശു ആരെയും വീടിച്ചിട്ടില്ല, വീണവനെയല്ല ഉയർത്തുന്നവനായ യേശു. ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. സ്തോത്രം. അവന്റെ അടുത്ത പ്രത്യേകത, താനും കുടുംബവും വിശ്വസിച്ചു. 53-ാം വാക്യം വായിച്ച് നിർത്തുക. മകൻ ജീവിച്ചിരിക്കുന്നത് യേശു പറഞ്ഞ നാളിൽ തന്നെ അപ്പൻ ഗ്രഹിച്ചു, താനും കുടുംബമൊക്കെ വിശ്വസിച്ചു. താനും കുടുംബവും. ഇന്ന് രാത്രി നീ കുടുംബമായിട്ട് യേശുവിൽ വിശ്വസിക്ക്. കുടുംബമായിട്ട് ദൈവത്തെ സേവിക്ക്. നീയും നിന്റെ ഭാര്യ നിന്റെ കുഞ്ഞുങ്ങളുമായി യേശുവിനെ ആരാധിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. അവിടുന്ന് അത്ഭുത മന്ത്രിയാ. ഇന്ന് രാത്രിയും അവിടുന്ന് അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാ. ഈ രാത്രി നിന്റെ കുടുംബത്തിൽ അവൻ അത്ഭുതം ചെയ്യും. വിശ്വസിക്ക്. ഇവിടെ നിന്ന് വിശ്വസിച്ച് സ്തോത്രം പറ. നിന്റെ കുഞ്ഞുങ്ങൾ വിദേശത്തോ സ്വദേശത്തോ ദൂരെയോ എവിടെയാകട്ടെ, അവിടെ അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനാ യേശു. നിന്റെ കുടുംബത്തിൽ അവൻ അത്ഭുതം ചെയ്യും. സഭയ്ക്കകത്ത് അത്ഭുതം ചെയ്യും. ദേശത്ത് അത്ഭുതം ചെയ്യും. അവിടുന്ന് അത്ഭുത മന്ത്രിയാ.
ഒരു പഴയ പാട്ടിന്റെ ഈരടികൾ കൈകളടിച്ച് പാടിയാട്ടെ. വാനിലും പൂവെല്ലും മേലായ നാമം വന്നിത വല്ലഭനാമമത്. വാനിലും പൂവിലും മേലായ നാമം വന്നിത വല്ലഭനാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉത്തമ ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉലകെങ്ങും ഘോഷിക്കുന്ന നാമമത്. ഉലകെങ്ങും ഘോഷിക്കുന്ന നാമമത്. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. കരമുയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒന്ന് രണ്ട് കാര്യത്തോടെ പറയാം. നാളെ ഒരു അവസരം കിട്ടുമെന്ന് ആരറിഞ്ഞു? ഇന്ന് രാത്രി ഇതുവരെയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. This is the NANGRO Transparency Tour, so you can see exactly what goes into your child's glass of milk. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിക്ക്. ദൈവം നിനക്ക് അവസരം തരിക. അങ്ങനെയുള്ളവര് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇതുവരെ രക്ഷിക്കപ്പെടാത്തവർ കൈയൊന്നും പൊക്കാൻ ഞാൻ പറയുന്നില്ല. എൻ്റെ യേശുവേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. അവിടുന്ന് എൻ്റെ പാപത്തെ മോചിക്കണം. എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. എന്നെ കൈവിടരുത്. ആമേൻ. എന്നോടുകൂടി ഈ പ്രാർത്ഥന ചൊല്ലിയവരെ ഇന്ന് രാത്രി യേശു രക്ഷിച്ചിരിക്കുക. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. മുൻപ് രക്ഷിക്കപ്പെട്ടവർ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുന്ന് കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. അതിന് കൃപ എനിക്ക് നൽകണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, വേർപാട് പാലിക്കുവാൻ ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ, ദാടിമോടികൾ, പൊട്ടും ചാന്തും മറുകും കമ്മലും മാലെ മോതിരവും വില കൂടിയ വാച്ചും വിലയേറിയ വസ്ത്രവും അതെല്ലാം പാപമാ. സ്തോത്രം. ഉണ്ടല്ലോ ലോകത്തിന്റെ ആഡംബര ദാടിമോടി. അതെല്ലാം ഉപേക്ഷിക്കാൻ, വർദ്ധിക്കാൻ ഇന്ന് രാത്രി നീ തീരുമാനമെടുക്കുന്നെങ്കിൽ നിനക്ക് വീണ്ടും അനുഗ്രഹമാണ്. ഇന്നലെ പറഞ്ഞ പോലെ അതൊന്നും കൂടി സ്വോത്ര കാഴ്ച പാത്രത്തിൽ നിന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. അവന്മാര് തട്ടിപ്പ് കാണിക്കുക. മുന്നിൽ ഇരിക്കുന്ന ഏതാ പെണ്ണമ്മ വരവിൻ്റെ എടുത്തിട്ട്, പുറകെ ഇരുന്നത് അങ്കമ്മ ഒറിജിനൽ എടുത്തിട്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മുന്നിൽ ഇരുന്ന തങ്കമ്മേനെ അവൻ സെലക്ട് ചെയ്ത് വെച്ച തങ്ക നീ ഇട്ടോണം, ഇത് വരവാ. അവളെല്ലാവരും കാണുക. പുറകെ ഇരിക്കുന്ന മേരിക്കുട്ടി ഒറിജിനലാ, താലിമാല, അവളതെടുത്തിട്ട്. സ്വോത്ര കാഴ്ച പാത്ര സ്വർണ്ണം വിടാനുള്ളതല്ലല്ലോ. സ്തോത്രം. ദൈവത്തിന് ഇതൊന്നും അല്ല ആവശ്യം. ദൈവത്തിന് നിന്നെ ആവശ്യം. നിന്നെയാ ദൈവത്തിന് ആവശ്യം. ഇന്ന് രാത്രി സത്യ ഉപദേശ പ്രകാരം വേർപാട് ഉപദേശം പാലിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടണം. കർത്താവേ, അവിടുത്തെ വരവ് ആസന്നമാ. അവിടുത്തെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ഈ
വിധത്തിൽ പ്രാർത്ഥിച്ചവരെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതായാലും നിങ്ങൾ സമയം പോയി ഇത്രയോ സഹകരിച്ചു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടമല്ല, അനുഗ്രഹമാണെന്നറിയാം. എങ്കിലും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു സമർപ്പണത്തോടെ ഇന്ന് രാത്രി പിരിയാം. ഇറങ്ങിപ്പോകരുത്, എഴുന്നേറ്റ് നിന്ന് ആ പഴയ പാട്ടിൻ്റെ ചരണം ശാന്തമായിട്ട് ചേർന്ന് എല്ലാവരുടെ ചേർന്ന് ഇറങ്ങിപ്പോകരുത്. ഇതൂടെ പറഞ്ഞ് കേട്ടച്ച് ആശീർവാദത്തോടെ പോകണം. ചേർന്നൊന്ന് പാടണം എല്ലാവരും ചേർന്ന്, അറിയാവുന്നവര്. പോകല്ലേ കടമ്പന്നെ നീ പ്രിയയേശുവേ, മറ്റുള്ളോരെ ദർശിക്കും യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം.